ഹരേ രാമാം ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. നവംബർ മാസത്തിൻ്റെ രണ്ടാമത്തെ ആഴ്ച വന്നു കഴിഞ്ഞു. ഈ 7 ദിനങ്ങൾ ഈ നക്ഷത്ര ജാതകർക്ക് വളരെയധികം നേട്ടങ്ങളാണ് സമ്മാനിക്കുവാൻ പോകുന്നത്. അതായത് നിങ്ങൾ ഭാഗ്യ കൊടുമുടി കയറുവാനുള്ള സമയം വന്നെത്തിക്കഴിഞ്ഞു. ആദിത്യൻ നീചക്ഷേത്രമായ തുലാം രാശിയിൽ വിശാഖം ഞാറ്റുവേലയിലാണ്. ചന്ദ്രൻ കൃഷ്ണപക്ഷത്തിൽ തിരുവാതിര മുതൽ ഉത്രം വരെയുള്ള നക്ഷത്ര മണ്ഡലങ്ങളിലൂടെ കടന്നു പോകുന്നു. ചൊവ്വ സ്വക്ഷേത്രമായ വൃശ്ചികം രാശിയിൽ മൗഢ്യാവസ്ഥയിലാണ്. ബുധനും വൃശ്ചികം രാശിയിലാണ്. ആഴ്ചയുടെ തുടക്കത്തിൽ ബുധന് മൗഢ്യം ആരംഭിക്കും. ശുക്രൻ സ്വക്ഷേത്രമായ തുലാം രാശിയിൽ സഞ്ചരിക്കുന്നു. ശനി കുംഭം രാശിയിൽ വക്രഗതിയിൽ തുടരുന്നു. വ്യാഴം അതിചാരത്തിൽ ഉച്ചക്ഷേത്രമായ കർക്കിടകം രാശിയിലുണ്ട്. നവംബർ 14 ശേഷം വ്യാഴം വക്രഗതിയിലാകും. രാഹുവും കേതുവും യഥാക്രമം കുംഭം ചിങ്ങം രാശികളിൽ തുടരുന്നു. ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ ഈ ആഴ്ചയിലെ വാരഫലമാണ്. ആദ്യം അശ്വതി നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് മേലധികാരിയുടെ ഇടപെടലുകൾ കൂടാതെ സ്വതന്ത്രമായി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ആഴ്ചയാണ്. ഒപ്പമുള്ളവരുടെ സഹകരണം പ്രതീക്ഷിക്കാം. പുതിയ കാര്യങ്ങൾക്കായി തല പുകഞ്ഞാലോചിക്കേണ്ടി വരും. ബിസിനസ്സിൽ കൂടുതൽ പങ്കാളികളെ ചേർക്കുവാൻ തീരുമാനിക്കുന്നതാണ്. മാനസികമായ അവസ്ഥകൾക്കും സമ്മർദ്ദങ്ങൾക്കും അയവുണ്ടാകും. കുടുംബകാര്യങ്ങളിൽ വളരെയധികം സുഗമത പ്രതീക്ഷിക്കാം. സുഹൃത്ത് ബന്ധം ശക്തമാകുന്ന കാലമാണ്. സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കിടയിൽ സമന്വയം രൂപപ്പെടും. വ്യാഴം വെള്ളി ദിവസങ്ങൾക്ക് മേന്മ അല്പം കുറയുന്നതാണ്. അടുത്തത് ഭരണി നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ജോലി സ്ഥലത്ത് വളരെയധികം സമാധാനപരമായ അന്തരീക്ഷമുണ്ടാകും. ദൗത്യങ്ങളെല്ലാം തന്നെ സമയബന്ധിതമായി പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ്. കരാർ പണികൾ തുടർന്നും ലഭിക്കുന്ന കാലമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം ഉണർവുണ്ടാകും. സുതാര്യമായ പെരുമാറ്റം തെറ്റിദ്ധരിപ്പിക്കാം. അധിക ചെലവുകളിൽ നിയന്ത്രണമുണ്ടാകുന്നത് ഗുണകരമാകും. മാനസികമായ വികാസത്തിനുള്ള സാഹചര്യങ്ങൾ ഒത്തിണങ്ങി വരുന്നതാണ്. ഗാർഹികമായ സ്വൈര്യം നിങ്ങൾക്ക് ഈ ആഴ്ച പ്രതീക്ഷിക്കാം. ഗൃഹനവീകരണം പൂർത്തിയാക്കുവാൻ കഴിയും. വാഗ്ദാനങ്ങൾ ലംഘിക്കാതിരിക്കുവാൻ പരമാവധി ശ്രദ്ധിക്കുന്നത് ഗുണകരമാകും. ഈ ആഴ്ച നിങ്ങൾക്ക് ഔദ്യോഗികമായ ചില യാത്രകളും വന്നു ചേരുന്ന വാരമാണ്. അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് വളരെയധികം കാര്യതടസ്സങ്ങൾ ഈ ആഴ്ച ഉണ്ടാകും. മുൻ തീരുമാനങ്ങളെല്ലാം തന്നെ മാറ്റേണ്ടി വരുന്നതാണ്. പരാശ്രയത്വം ഉണ്ടാവുന്നതിൽ വളരെയധികം വിഷമിച്ചേക്കും. കടം കൊടുത്ത തുക പലവട്ടം ആവശ്യപ്പെടുകയാൽ തിരികെ കിട്ടുന്നതാണ്. ബന്ധുക്കളുമായുള്ള തർക്കം പരിഹരിക്കുവാൻ കഴിയും. ഏജൻസി അതുമല്ലെങ്കിൽ കമ്മീഷൻ വ്യാപാരം വളരെയധികം പുഷ്ടിപ്പെടുന്ന കാലമാണ്. നിങ്ങളുടെ ന്യായമായ എല്ലാവിധ ആവശ്യങ്ങളും നടന്നു കിട്ടുന്ന വാരമാണ്. മംഗളകർമ്മങ്ങളിലും കുടുംബക്ഷേത്ര ദർശനത്തിനും സമർപ്പണങ്ങൾ നടത്തുവാനുമുള്ള അവസരം ലഭിക്കും. പഴയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ മനസ്സിൽ നിറയുന്ന കാലമാണ്. സുഹൃത്ത് ബന്ധങ്ങളിൽ വളരെയധികം കരുതൽ പുലർത്തുന്നതും വളരെയധികം ഗുണകരമാകുന്നതാണ്. അടുത്തത് രോഹിണി നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് അമിതമായ ആത്മവിശ്വാസം കഴിവതും ഒഴിവാക്കുന്നത് ഗുണകരമായി ഭവിക്കും. മിഥ്യാധാരണകൾ ഒഴിവാക്കേണ്ടി വന്നേക്കും. സാമ്പത്തികമായ ചെറിയ സമ്മർദ്ദങ്ങളെ നേരിടേണ്ട ഒരു സ്ഥിതി വന്നുചേരും. പണമിടപാടുകളിൽ ജാമ്യം നിൽക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലമാണ്. പ്രണയത്തിൽ കൈപ്പുരസം വന്നുചേരും. കുടുംബജീവിതത്തിൽ വളരെയധികം തൃപ്തി കുറയുന്ന വാരമാണ്. സഹായ വാഗ്ദാനങ്ങളെല്ലാം തന്നെ പാലിക്കപ്പെടും. നിങ്ങളുടെ സഹോദരങ്ങളുടെ അനുകൂല നിലപാടിൽ സന്തോഷിക്കുവാൻ കഴിയുന്ന വാരമാണ്. സാഹിത്യ പ്രവർത്തനത്തിന് നേരം കണ്ടെത്തുവാനും സാധിക്കും. കഫജന്യ രോഗങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ളതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ അല്പം ശ്രദ്ധിക്കുന്നതും ഗുണകരമാകും. അടുത്തത് മകയിരം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ നക്ഷത്രാധിപനായ കുജന് മൗഢ്യാവസ്ഥ വന്നിട്ടുള്ളതിനാൽ
വാക്കിലും കർമ്മങ്ങളിലും വളരെയധികം ശ്രദ്ധയുണ്ടാകണം. സാഹസമായ കർമ്മങ്ങൾക്ക് മുതിരാതിരിക്കുന്നതാണ് ഉത്തമം. സ്വന്തം തൊഴിലിൽ നിന്നും തരക്കേടില്ലാത്ത ആദായം നിങ്ങൾക്ക് ഈ ആഴ്ച പ്രതീക്ഷിക്കാം. നിങ്ങളുടെ സുഹൃത്തുക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് വളരെയധികം കരുതലോടെ വേണം. ഭൂമിയിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിച്ച ആദായം വന്നു ചേരില്ല. വിദ്യാർത്ഥികൾ അലസരാകുവാൻ സാധ്യതയുള്ള വാരമാണ്. സംഘടനകളിൽ നേതൃത്വ പദവി നിങ്ങൾക്ക് ലഭിക്കാം. മകളുടെ വിവാഹ കാര്യത്തിൽ വ്യക്തത വരുന്ന വാരം കൂടിയാണ്. അടുത്തത് തിരുവാതിര നക്ഷത്ര ജാതകരാണ്. പ്രവർത്തനങ്ങളിൽ പൂർണ്ണ തൃപ്തി ഉണ്ടാകില്ല. ചെറിയ കാര്യങ്ങൾ തന്നെ പൂർത്തിയാക്കുവാൻ പതിവിലും സമയം വേണ്ടിവരുന്ന വാരമാണ്. നിങ്ങളുടെ ആത്മവിശ്വാസം കുറയുവാനിടയുണ്ട്. അധ്വാനത്തിനിണങ്ങിയ പ്രതിഫലം നിങ്ങൾക്ക് വന്നു ചേരുന്ന വാരമല്ല. എന്നാൽ എതിർ സ്വരങ്ങളെയെല്ലാം തന്നെ പ്രതിരോധിക്കുവാൻ കഴിയുന്നതാണ്. ഒട്ടാകെ വിജയിക്കുവാൻ കഴിയും. വിവാദങ്ങളുടെ ഭാഗമാകാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉപരിപഠനത്തിനാവശ്യമായ തയ്യാറെടുപ്പുകൾ തുടങ്ങുവാൻ കഴിയും. ബന്ധുവിൻ്റെ രോഗചികിത്സയ്ക്ക് സഹായധനം നൽകുന്നതാണ്. വാരാദ്യം ശുഭഫലങ്ങൾ വളരെയധികം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് പുണർദം നക്ഷത്ര ജാതകരാണ്. പല കാലമായി കാത്തിരുന്ന സൽക്കാര്യങ്ങൾ ഭവിക്കുന്നതാണ്. ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുവാൻ കഴിയും. ആദർശം ഉപേക്ഷിക്കാതെ തന്നെ പ്രായോഗികത പുലർത്തുന്നതാണ്. അധികാര സ്ഥാനത്തുള്ളവരുടെ പ്രോത്സാഹനം ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ആസൂത്രണ മികവും ഏകോപന ചാതുരിയും പുറത്തെടുക്കേണ്ടി വരുന്നതാണ്. വാക് വൈഭവം ഉണ്ടാകും. ബിസിനസ് യാത്രകൾ വളരെയധികം നേട്ടത്തിന് കാരണമാകുന്ന വാരമാണ്. കുടുംബകാര്യങ്ങളിൽ ചുമതലാബോധം കുറയുന്നതായി പരാതികൾ ഉയരുന്നതാണ്. അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കുന്നതിന് മുന്നേ എല്ലാവിധ വശങ്ങളും ചിന്തിക്കുന്നത് ഗുണകരമാകും. എന്നാൽ നിങ്ങൾ ഔദ്യോഗിക ദൗത്യങ്ങൾ ഏറ്റെടുക്കുവാൻ ബാധ്യസ്ഥരാകുന്നതാണ്. 4-ാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുന്നതിനാൽ ഗാർഹികമായി സമാധാനം പ്രതീക്ഷിക്കാം. മനസ്സുഖമുണ്ടാകും. സാമൂഹികമായ സ്വീകാര്യത ഈ ആഴ്ച വന്നുചേരും. സൃഷ്ടിപരമായ ആശയങ്ങൾ വിപുലമായി ചർച്ച ചെയ്യപ്പെടുന്നതാണ്. മത്സരാർത്ഥികൾക്ക് അഭിമുഖങ്ങളിൽ തയ്യാറെടുപ്പ് നടത്തുവാൻ കഴിയും. പ്രണയിക്കുന്ന ആളുകൾക്ക് ആഹ്ലാദിക്കുവാനുള്ള വാരമാണ് വന്നെത്തിയിരിക്കുന്നത്. വാരാദ്യ ദിവസങ്ങളിൽ അല്പം അലച്ചിലുണ്ടാകുവാനും ഇടയുണ്ട്. അടുത്തത് ആയില്യം നക്ഷത്ര ജാതകരാണ്. വാരാദ്യ ദിവസങ്ങളിലെ കാര്യതടസ്സം നിങ്ങളുടെ മനസ്സിനെ വളരെയധികം വിഷമിപ്പിക്കും. ദുർവ്യയം ഉണ്ടാകുന്ന വാരമാണ്. ബുധനാഴ്ച മുതൽ ഒരുവിധം ഫലപ്രാപ്തി കൈവരും. ഉദ്യോഗസ്ഥർക്കൊപ്പമുള്ളവരുടെ സഹകരണം പ്രതീക്ഷിക്കാം. ഭൗതിക കാര്യങ്ങളിൽ വളരെയധികം തൃപ്തിയുണ്ടാകും. പുതിയ വാഹനം വാങ്ങുവാൻ തീരുമാനിക്കുന്ന ഒരു വാരമാണ്. ഗൃഹനിർമ്മാണം പൂർത്തീകരണ ഘട്ടത്തിലേക്ക് കടക്കും. കുടുംബസമേതം ക്ഷേത്ര ദർശനത്തിനുള്ള അവസരം സിദ്ധിക്കുന്നതാണ്. കലാപ്രവർത്തനത്തിന് ഏകാഗ്രത വന്നുചേരും. അടുത്തത് മകം നക്ഷത്ര ജാതകരാണ്. വാരാദ്യം പ്രസന്നമായ അനുഭവങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ കഴിവുകളെല്ലാം തന്നെ പ്രശംസിക്കപ്പെടും. ഇഷ്ടപ്പെട്ടവരുമായി സമാഗമമുണ്ടാകും. ധനവരവും പ്രതീക്ഷിക്കാം. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ദേഹക്ഷീണം അനുഭവപ്പെടുന്നതാണ്. വേണ്ടപ്പെട്ട ആളുകളോട് കലഹിക്കേണ്ടി വരും. ഗൃഹത്തിൽ സമാധാനക്കുറവുണ്ടാകും. നല്ല കാര്യങ്ങൾക്കായി ചെലവ് വന്നു ചേരുന്നതാണ്. മറ്റു ദിവസങ്ങളിൽ പ്രായേണ ഗുണ അനുഭവങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പ്രവൃത്തിയിൽ യാതൊരു തടസ്സങ്ങളും വന്നു ചേരില്ല. കൃത്യനിഷ്ഠയോടെ തന്നെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാൻ കഴിയുന്നതാണ്. അതുപോലെ വാഗ്ദാനങ്ങൾ പാലിക്കുവാനും നിങ്ങൾക്ക് ഈ ആഴ്ച കഴിയും. അടുത്തത് പൂരം നക്ഷത്ര ജാതകരാണ്. ഞായറും തിങ്കളും മനസ്സുഖമുണ്ടാകും. നിങ്ങളുടെ സുഹൃത്തുക്കളെ കാണുവാൻ കഴിയുന്നതാണ്. തീരുമാനങ്ങൾ സന്നിഗ്ധങ്ങളാകും. പ്രിയപ്പെട്ട ആളുകളുമായി ആദർശം തിരുത്തുവാൻ സന്നദ്ധരാകുന്നതാണ്. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ചെലവ് വർദ്ധിക്കും. കാര്യസാധ്യത്തിന് അലച്ചിലുണ്ടാകും. ദേഹക്ഷീണമോ മടുപ്പോ അനുഭവപ്പെടുന്നതാണ്. പുതിയ കാര്യങ്ങൾ തുടങ്ങുവാൻ നന്നല്ല. വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ സുഖകരമായ സാഹചര്യങ്ങൾ സംജാതമാകും.
നല്ല ഭക്ഷണം, ഉറക്കം ഇവ പ്രതീക്ഷിക്കാം. തൊഴിലിടത്തിൽ സമാധാനം വന്നെത്തും. അപ്രതീക്ഷിതമായ സഹായം ലഭിക്കുന്ന വാരം കൂടിയാണ്. അടുത്തത് ഉത്രം നക്ഷത്ര ജാതകരാണ്. നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന അസ്വസ്ഥതകളും രോഗാരിഷ്ടകളുമെല്ലാം കുറഞ്ഞു കിട്ടുന്ന വാരമാണ്. നവോന്മേഷം കൈവരും. പുതിയ കാലത്തിൻ്റെ മാറ്റം ഉൾക്കൊള്ളുവാൻ കഴിയുന്നതാണ്. ബിസിനസ്സുകാർക്ക് വളരെയധികം ധനനേട്ടം പ്രതീക്ഷിക്കാം. നവസംരംഭങ്ങൾ നിങ്ങളുടെ ആലോചനയിൽ വരും. ബന്ധുക്കളുമായുള്ള തർക്കങ്ങൾ പരിഹൃതമാകുന്ന വാരമാണ്. വായ്പയുടെ തിരിച്ചടവ് സാധ്യമാകും. വിദ്യാർത്ഥികളായ ആളുകൾക്ക് ലക്ഷ്യബോധം വളരുന്ന കാലമാണ്. കലാപ്രവർത്തനം പുഷ്ടിപ്പെടും. സംഘടനയിൽ നിലപാടുകൾ എതിർക്കപ്പെട്ടാലും സ്വാധീനം കുറയുന്ന വാരമല്ല. സമൂഹ മാധ്യമങ്ങളിലെ പങ്കിടലുകൾ സമ്മിശ്രമായ അഭിപ്രായം സൃഷ്ടിക്കുന്നതാണ്. വെള്ളി ശനി ദിവസങ്ങൾക്ക് മേന്മ അല്പം കുറയുന്ന വാരം കൂടിയാണ്. അടുത്തത് അത്തം നക്ഷത്ര ജാതകരാണ്. ആത്മവിശ്വാസത്തോടെ കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ കഴിയും. സുഹൃത്ത് ബന്ധം വിപുലമാകുന്നതിനുള്ള സാഹചര്യം ഉദയം ചെയ്യും. പുതു തുടക്കങ്ങൾ സാധ്യമാകുന്നതാണ്. മംഗളകർമ്മങ്ങൾ, ക്ഷേത്രാടനം ഇവയ്ക്ക് സാഹചര്യം അനുകൂലമാകും. സാമൂഹിക കാര്യങ്ങളിൽ ക്രിയാത്മകമായ ഇടപെടലുകൾ സാധ്യമാകുന്നതാണ്. കിട്ടുവാനുള്ള ധനം കൈവശം എത്തിച്ചേരും. പ്രണയ അനുഭവങ്ങൾ പുഷ്കലമാകുന്നതാണ്. മകനു വേണ്ടി വില കൂടിയ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ വാങ്ങേണ്ടി വരും. സർക്കാർ കാര്യങ്ങളിൽ അല്പ തടസ്സങ്ങളുണ്ടാകും. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ചെലവ് വർദ്ധിക്കുന്ന വാരമാണ്. അടുത്തത് ചിത്തിര നക്ഷത്ര ജാതകരാണ്. സ്വാശ്രയ തൊഴിലിൽ വളരെയധികം വരവുണ്ടാകും. എന്നാൽ അതുപോലെ തന്നെ ചെലവധികരിക്കുന്ന വാരം കൂടിയാണ്. ന്യായമായ ആവശ്യങ്ങളെല്ലാം തന്നെ നടത്തുവാൻ കഴിയും. സ്ഥാപനത്തിന് പുതുശാഖ തുടങ്ങുന്ന കാര്യം ആലോചനയിലുണ്ടാകും. സഹപ്രവർത്തകർക്ക് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകുവാൻ കഴിയുന്നതാണ്. കുടുംബ കാര്യങ്ങളിൽ ഔത്സുക്യം പുലർത്തും. മകളുടെ ജോലി കാര്യത്തിനായി ഉന്നതരുടെ ശുപാർശ പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്നതാണ്. സഹോദരരുടെ പിന്തുണ കരുത്തേകും. ജീവകാരുണ്യത്തിന് നേരം കണ്ടെത്തുവാനും കഴിയുന്ന വാരമാണ്. അടുത്തത് ചോതി നക്ഷത്ര ജാതകരാണ്. യാത്രയിലൂടെ കൈവന്ന വിവിധ അനുഭവങ്ങൾ ഒപ്പമുള്ളവരിലേക്ക് പകരുന്നതാണ്. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ ക്ഷമാപൂർവം കേൾക്കുവാനും കഴിയുന്ന വിധം പോംവഴികൾ നിർദ്ദേശിക്കുവാനും കഴിയുന്നതാണ്. സാമ്പത്തികമായി വളരെയധികം മെച്ചപ്പെടുവാനുള്ള സാഹചര്യം വന്നുചേരും. ജന്മരാശിയിൽ ശുക്രൻ സഞ്ചരിക്കുന്നതിനാൽ ഭോഗസുഖം ഭവിക്കുന്നതാണ്. പാരിതോഷികങ്ങൾ ലഭിക്കുവാനിടയുണ്ട്. വാടക വീടിന് പുതിയ താമസക്കാരെ കിട്ടുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ വിഷയങ്ങൾ പഠിക്കുവാനായി ചേരാം. അനുരാഗികൾക്ക് ആഹ്ലാദിക്കുവാൻ കഴിയുന്നതാണ്. അയൽ തർക്കങ്ങൾ പരിഹരിക്കുവാൻ മുൻകൈയെടുക്കുവാനും നിങ്ങൾക്ക് ഈ ആഴ്ച കഴിയുന്നതാണ്. അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ്. അപ്രസക്ത കാര്യങ്ങൾക്കായി സമയവും ഊർജവും ചെലവഴിക്കേണ്ടി വരും. പുതിയ സംരംഭങ്ങൾക്ക് വിദഗ്ധ ഉപദേശം തേടുന്നതാണ്. സാമ്പത്തികമായി അമളി പിണയുവാൻ ഇടയുള്ള വാരമാണ്. വരവ് ചെലവുകൾ ക്രമപ്പെടുത്തി സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. തൊഴിൽ തേടുന്നവർ നിങ്ങൾക്ക് അർഹതയ്ക്കൊത്ത അവസരം ലഭിക്കുവാൻ അല്പം കൂടി കാത്തിരിപ്പ് തുടരേണ്ടി വരുന്നതാണ്. സാമൂഹിക വിമർശനം ശത്രുക്കളെ സമ്മാനിക്കും. കലാപ്രവർത്തകർക്ക് ധാരാളം അവസരങ്ങൾ പ്രതീക്ഷിക്കാം. കുടുംബ കാര്യങ്ങളെല്ലാം തന്നെ സുഗമമായി നടക്കുന്ന വാരമാണ്. അടുത്തത് അനിഴം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ നക്ഷത്രാധിപനായ ശനിയുടെ വക്രഗതിയാൽ കർമ്മരംഗത്ത് ആലസ്യം അനുഭവപ്പെടുന്നതാണ്. ആരംഭിച്ച കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നത് വളരെയധികം ദുഷ്കരമായി തീരും. അധികാരികളുടെ അപ്രീതി നേടുന്നതാണ്. കടബാധ്യതകൾ വലയ്ക്കാം. വാരാദ്യം അഷ്ടമ രാശിക്കൂറാകിയാൽ മനോകർമ്മങ്ങളിൽ വളരെയധികം കരുതൽ പുലർത്തണം. ക്ഷോഭം നിയന്ത്രിക്കേണ്ടതുണ്ട്. ഗവേഷകർക്ക് ആശയക്കുഴപ്പം വന്നുചേരും. പ്രണയിക്കുന്ന ആളുകൾക്ക് ആഹ്ലാദിക്കുവാനുള്ള അവസരം സംജാതമാകുന്നതാണ്. ബന്ധുക്കളുടെ പ്രശംസ പിടിച്ചു പറ്റുവാനും ഈ ആഴ്ച നിങ്ങൾക്ക് കഴിയുന്ന വാരമാണ്.
അടുത്തത് തൃക്കേട്ട നക്ഷത്ര ജാതകരാണ്. നക്ഷത്രാധിപനായ ബുധനും രാശ്യാധിപനായ ചൊവ്വയ്ക്കും മൗഢ്യം വരുന്നതിനാൽ വളരെയധികം കരുതലുണ്ടാകണം. സാഹസങ്ങൾ ഒഴിവാക്കണം. ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും പിൻവാങ്ങുന്നത് ഗുണകരമാകും. പരാശ്രയം പല കാര്യങ്ങളിലും വേണ്ടിവരും. ധനവിയോഗത്തിൽ മിതത്വം പുലർത്തേണ്ടതാണ്. ഓൺലൈൻ ബിസിനസ്സിൽ ലാഭം വന്നു ചേരും. പിതാവിന് ഉദ്യോഗത്തിൽ വളർച്ച വന്നെത്തുന്നതാണ്. ഗൃഹനിർമ്മാണം തടസ്സപ്പെടാതിരിക്കുവാൻ കടം വാങ്ങേണ്ടി വരും. മേലധികാരികളോട് മാത്സര്യം പുലർത്തരുത്. പുതുമയുള്ള കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്നതാണ്. മുതിർന്നവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നത് എല്ലാ രീതിയിലും ഗുണകരമായി ഭവിക്കുന്നതാണ്. അടുത്തത് മൂലം നക്ഷത്ര ജാതകരാണ്. ദേഹാരോഗ്യം പൂർണ്ണമായും തൃപ്തികരമാകില്ല. ശരിയാവണ്ണം വിശ്രമിക്കാൻ കഴിയാതെ വരും. കുട്ടികളുടെ കാര്യത്തിൽ ഉത്കണ്ഠയുണ്ടാകുന്നതാണ്. സർക്കാരിൽ സമർപ്പിച്ച പദ്ധതി അനുവദിക്കപ്പെടുന്നതാണ്. ബാങ്കിൽ നിന്നും ലോൺ ലഭിച്ചേക്കാം. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ കാര്യതടസ്സം ഭവിക്കാം. മുതിർന്നവരുടെ വിരോധം സമ്പാദിച്ചേക്കും. മറ്റു ദിവസങ്ങളിൽ ദാമ്പത്യ സൗഖ്യം, സുഖഭക്ഷണ യോഗം എന്നിവയുണ്ടാകും. നവീനമായ ഗൃഹോപകരണങ്ങൾ വാങ്ങുവാൻ കഴിയുന്നതാണ്. ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും കഴിവതും പിൻവലിയുന്നത് ഗുണകരമായി ഭവിക്കുന്നതാണ്. അടുത്തത് പൂരാടം നക്ഷത്ര ജാതകരാണ്. യാത്ര പൂർത്തിയാക്കി നാട്ടിലെത്തും. നല്ല അനുഭവങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നതാണ്. ചിട്ടയുടെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും മുഴുകുവാൻ കഴിയുന്ന വാരമാണ്. മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കുവാൻ കഴിയും. ഏജൻസി വ്യാപാരത്തിൽ ആദായം വന്നെത്തുന്നതാണ്. വീട്, വസ്തു എന്നിവയുടെ പരിപാലനത്തിന് ചെലവധികരിക്കുന്ന വാരം കൂടിയാണ്. വിദ്യാർത്ഥികൾക്ക് അലസത വരും. രാഷ്ട്രീയ നിലപാടുകൾ ശത്രുക്കളെ സമ്മാനിക്കുന്നതാണ്. ജോലി കാര്യത്തിന് ശുപാർശ ഫലം കാണും. പ്രണയത്തിന് പുഷ്ടിയുണ്ടാകും. പാരിതോഷികങ്ങൾ ലഭിക്കുവാനുള്ള ഭാഗ്യവും വന്നു ചേരുന്ന വാരമാണ്. അടുത്തത് ഉത്രാടം നക്ഷത്ര ജാതകരാണ്. കാര്യമായ വെല്ലുവിളികളില്ലാതെ തന്നെ കാര്യസാധ്യം ഭവിക്കുന്ന വാരമാണ്. സഹായ വാഗ്ദാനങ്ങൾ പാഴാകും. പുതിയ സംരംഭങ്ങളുടെ കടലാസു ജോലികൾ പുരോഗമിക്കുന്നതാണ്. എതിർപ്പുകളെ ഗൗരവബുദ്ധിയ പരിഗണിക്കില്ല. മകളുടെ ഗൃഹനിർമ്മാണത്തിന് നല്ല തുക ചെലവഴിക്കേണ്ടി വരും. കുറഞ്ഞ ചെലവിൽ നടത്തപ്പെടുന്ന ഒരു നാൾ വിനോദയാത്രയിൽ പങ്കെടുക്കുവാൻ കഴിയുന്നതാണ്. പാരമ്പര്യ കലകളുടെ ആസ്വാദനത്തിന് നേരം കണ്ടെത്തും. ജീവിതശൈലി രോഗങ്ങളുള്ളവർ കൃത്യമായ പരിശോധനകൾ നടത്തുന്നത് വളരെയധികം ഗുണകരമായി ഭവിക്കുന്നതാണ്. അടുത്തത് തിരുവോണം നക്ഷത്ര ജാതകരാണ്. സുഗമമായി എല്ലാ കാര്യങ്ങളും നിർവഹണത്തിലെത്തിക്കുവാൻ കഴിയും. ദൗത്യങ്ങളുടെ പൂർത്തീകരണം മൂലം നല്ല സന്തോഷം തോന്നുന്നതാണ്. ഗാർഹികമായി സ്വസ്ഥതയുണ്ടാകുന്ന കാലമാണ്. നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ രോഗം കുറയുകയാൽ വളരെയധികം ആശ്വാസം ഭവിക്കും. പരീക്ഷകളിലോ അഭിമുഖങ്ങളിലോ ശോഭിക്കുവാൻ കഴിയുന്നതാണ്. ഭൂമി, കെട്ടിടം ഇവയിൽ നിന്നും ആദായം പ്രതീക്ഷിക്കാം. നിങ്ങളുടെ ജന്മനാട്ടിലെ ക്ഷേത്ര ഉത്സവങ്ങളിൽ പങ്കെടുക്കുവാൻ കഴിയും. കൂട്ടുകച്ചവടത്തിൽ വിപണ തന്ത്രങ്ങൾ ഇറക്കുവാൻ സാധിക്കുന്നതാണ്. വ്യാഴം, വെള്ളി ദിവസങ്ങൾക്ക് ശുഭത്വം അല്പം കുറയുന്നതാണ്. അടുത്തത് അവിട്ടം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ പൂർവിക സ്വത്തിൽ നിന്നും വരുമാനം പ്രതീക്ഷിക്കാം. വീടിൻ്റെ അറ്റകുറ്റപ്പണി വേഗത്തിൽ ചെയ്തു തീർക്കുവാൻ കഴിയുന്നതാണ്. ഡെപ്യൂട്ടേഷനിൽ നിന്നും സ്വന്തം ലാവണത്തിലേക്ക് മടങ്ങിയെത്തും. അമിത ആവേശം കഴിവതും ഒഴിവാക്കണം. കാര്യങ്ങൾ പഠിച്ച് അഭിപ്രായം പറയുവാൻ തയ്യാറാകേണ്ടതാണ്. സ്ഥാനചലനമുണ്ടാകുമോ എന്ന ഭയം ഇടയ്ക്കിടെ അലട്ടുന്നതാണ്. കരാറുകൾ പുതുക്കുവാൻ രാഷ്ട്രീയ ശുപാർശ വേണ്ടി വന്നേക്കും. നിങ്ങളുടെ മകൻ്റെ നിർബന്ധശീലം മനസ്സിനെ വെട്ടിപ്പിക്കാനുള്ള കാരണങ്ങളുണ്ടാക്കും. ചില വിപണന തന്ത്രങ്ങൾക്ക് ഫലം കണ്ടില്ലെന്നു വരാം. പ്രണയിക്കുന്ന ആളുകൾക്ക് വളരെയധികം സന്തോഷാനുഭവങ്ങൾ ഈ ആഴ്ച പ്രതീക്ഷിക്കാം. അടുത്തത് ചതയം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ചുള്ള ചെലവുകൾ ഈ ആഴ്ച വന്നു ചേരുക. പരീക്ഷാദികൾക്ക് ഭംഗിയായി മുന്നൊരുക്കം നടത്തുവാൻ കഴിയും. ബിന്ദുവിൻ്റെ വിവാഹത്തിന് ആദ്യ അവസാനക്കാരനാകുവാൻ കഴിയുന്നതാണ്.
നല്ല വാർത്തകൾ വന്നു ചേരും. നിങ്ങളുടെ ജോലിയിൽ വളരെയധികം സംതൃപ്തി പ്രതീക്ഷിക്കാം. സംഘടനയിലെ പദവികൾ വേണ്ടെന്ന് വെക്കേണ്ടി വരും. സാമ്പത്തികമായ ഇടപാടുകളിൽ ചതിപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കുന്നത് ഗുണകരമാകും. നിങ്ങളുടെ സന്താനങ്ങളാൽ ചില മനപ്രയാസങ്ങൾ വന്നു ചേരാം. വ്യവഹാരം കൊണ്ട് അല്പലാഭം ഈ ആഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്ര ജാതകരാണ്. ബിസിനസിൻ്റെ പുരോഗതിക്കായി പുതിയ ജോലിക്കാരെ നിയമിക്കേണ്ടി വരും. ഉന്നത പദവിയിലുള്ളവർ സഹായിക്കുവാൻ ഇടയുള്ള വാരമാണ്. ദേഹാലസ്യം കാര്യതടസ്സമുണ്ടാക്കും. സാഹിത്യകാരന്മാർക്ക് ഗ്രന്ഥരചനയിൽ ശ്രദ്ധ ചെലുത്തുവാൻ കഴിയുന്നതാണ്. വീട്ടുകൃഷിയിൽ നിന്നും അല്പമായ ലാഭം വന്നു ചേരും. മറ്റുള്ളവരെ സംബന്ധിച്ച രഹസ്യങ്ങൾ മനസ്സിലാക്കുവാൻ അമിത വ്യഗ്രത പുലർത്തുന്നതാണ്. നിങ്ങളുടെ സഹോദരങ്ങളെ സഹായിക്കുവാൻ കഴിയും. പകർച്ചവ്യാധികൾ പിടിപെടാതെ ശ്രദ്ധിക്കുന്നത് ഗുണകരമാകും. യാത്രകൾ കൊണ്ട് നിങ്ങൾക്ക് ഈ ആഴ്ച വളരെയധികം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. വെള്ളി ശനി ദിവസങ്ങൾക്ക് മേന്മ അല്പം കുറയുന്നതാണ്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്ര ജാതകരാണ്. കുടുംബജീവിതത്തിൽ വളരെയധികം സംതൃപ്തി ഉണ്ടാകും. മുഖ്യ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിന് മുന്നേ മറ്റംഗങ്ങളുടെ അഭിപ്രായം തേടുന്നത് ഗുണകരമാകും. നിങ്ങളുടെ വാഹനത്തിൻ്റെ അറ്റകുറ്റപ്പണി കഴിഞ്ഞ് നിരത്തിലിറക്കുവാൻ കഴിയുന്നതാണ്. പൊതുപ്രവർത്തകർ ദുരാരോപണങ്ങളെ നേരിടേണ്ടി വരും. പിതാവിൻ്റെ ആരോഗ്യസ്ഥിതി തൃപ്തികരമായേക്കില്ല. ബന്ധു സമാഗമം വളരെയധികം സന്തോഷം സമ്മാനിക്കും. കൂട്ടുകെട്ടുകൾ കൊണ്ട് ദോഷം വരുന്നുണ്ടോ എന്നുള്ള ആത്മപരിശോധന നടത്തുന്നത് ഗുണകരമാകുന്ന കാലമാണ്. ഞായർ തിങ്കൾ ദിവസങ്ങളിൽ പിരിമുറുക്കം ഉയരുന്നതാണ്. അടുത്തത് രേവതി നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ കർമ്മരംഗത്തെ പരീക്ഷണങ്ങൾ വിജയിക്കണമെന്നില്ല. ബിസിനസ് യാത്രകൾ ഫലപ്രദമാകും. സാങ്കേതികമായ കാര്യങ്ങൾ പഠിച്ചറിയുവാൻ നേരം മാറ്റിവെക്കുന്നതാണ്. ഊഹ കച്ചവടത്തിൽ നിന്നും ലഘുവായ ലാഭം പ്രതീക്ഷിച്ചാൽ മതി. 9ാം ഇടത്തിലെ ബുധകുജയോഗം മൂലം ബന്ധുക്കൾ വിരോധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പാഠ്യേതര കാര്യങ്ങളിൽ ശ്രദ്ധ വർദ്ധിക്കുന്ന കാലമാണ്. പിതാവിന് ജോലിയിൽ അർഹതപ്പെട്ട പദവി ലഭിക്കാത്തത് വളരെയധികം വിഷമത്തിന് കാരണമാകും. പേരക്കുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കുന്നതാണ്. സാഹസങ്ങൾ കഴിവതും ഒഴിവാക്കുന്നത് ഈ ആഴ്ച ഗുണകരമായി ഭവിക്കുന്നതാണ്. ആഴ്ച മധ്യം കൂടുതൽ ശോഭനമായ കാര്യങ്ങൾ വന്നു ചേരും. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.